ഹലോ, വെൽക്കം ബാക്ക് ടു യദറാസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്താണെന്നല്ലേ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഏത്തപ്പഴം കൊണ്ടുള്ള നല്ല ഒരു ഒഴിച്ചുകറിയാണ്. എന്നാൽ ഒഴിച്ചുകറിയാണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും തൊട്ട് കൂട്ടാൻ പാകത്തിനുള്ള പരുവത്തിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല വയറ് നിറയെ കഴിക്കാൻ നല്ല സ്പെഷ്യലായിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ വീഡിയോ ഫുൾ കാണാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുമാതിരി പഴുത്ത പഴമാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളി, അത് കുറച്ചല്ല 2 വെളുത്തുള്ളി മതിയാവും. 2 വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നീളത്തിലിട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് വേണം. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതിനെ നടുവിനെ ഒന്ന് കീറി ഒന്നുകൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് മാത്രമല്ല സ്വല്പം മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് മുളകെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് കറിവേപ്പില നമുക്ക് ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കുറവിട്ട് കൊടുക്കാം, എങ്ങനെയാലും കുഴപ്പമില്ല. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളുക. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഴം വേവാനുള്ള ഉപ്പിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ അങ്ങനെ പഴം വേവാനുള്ള വെള്ളം മാത്രം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അതൊരു 5 മിനിറ്റ് മതിയാവും. പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ കൂട്ടി നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കല്ലിൽ വെച്ചരയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോവരുതേ. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് സ്വല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നോക്കിയേ, നല്ല വെണ്ണ പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തരിതരിയില്ല, അത് നല്ല രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴത്തിനെയും കൂടെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ അതന്നേരത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഉടയ്ക്കാനൊന്നും പോകണ്ട. എന്നാന്ന് വെച്ചാൽ അതിന് നമ്മൾ തേങ്ങയിലേക്കൊക്കെ ചേർക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ ഉടച്ച് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമ്മളെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളുക. ഇനി അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തോളുക. ഇനി അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആ കറിവേപ്പിലയും കൂടി മൂത്തതിന് ശേഷം വേണം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാനേ. കടുകും കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ. കാരണം എണ്ണ മൂത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിക്കും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 10-15 മില്ലി വെള്ളം മതി. അത് കൂടുതൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരുപാടങ്ങ് ലൂസായിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. ഇളക്കി കൊടുത്ത് പരമാവധി ആ വെള്ളം വറ്റിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വറ്റിച്ചെടുത്താലും മതിയാവും, വേണമെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ വരണം. അതിന് നമ്മൾ തുടരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ഇല്ലെങ്കിൽ തിളച്ച് എന്താ പറയുക, പൊട്ടിത്തെറിച്ച പോലെ ഇങ്ങനെ പുറത്തോട്ട് ചാടി വരും. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നല്ലോ. അതുകൊണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതിൽ തന്നെയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറവാണ് ഇട്ട് കൊടുത്തെങ്കിൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിതെല്ലാം കൂടെ കൂട്ടി നല്ല പരുവത്തിൽ, അതായത് അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുറുക്കി ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ തൈരാണ്. നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഇത്തിരി പുളിയുള്ള തൈരായിരിക്കും ടേസ്റ്റ് കൂടുതൽ നമുക്ക് കിട്ടുക. ഇനി അതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. നല്ല രീതിയിൽ കട്ടകളൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് എല്ലാം കൂടെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ തൈര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. ആ പാത്രത്തിൽ അങ്ങോട്ട് വടിച്ച് അതിലോട്ട് നിന്ന് ഇട്ട് കൊടുത്തേച്ചാൽ മതിയാവും. സാധാരണ നമ്മൾ വെള്ളം ചേർത്തിട്ടല്ലേ എടുക്കുന്നത്. ഇനി ഒരു കാര്യം, ഇനി ഇത്തിരി ലൂസായിട്ടാണ് ഒഴിച്ച് നല്ല രീതിയിൽ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ മോരായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും കറിക്ക് സ്വാദ് കൂടുതൽ കിട്ടുന്നത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ തൈരിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും വെള്ളം ഉണ്ടാവുമല്ലോ. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എന്തായാലും വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ ആ വെള്ളം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ കുറുകി വരുമ്പം ഈ വെള്ളം തെളിഞ്ഞ് വരും, മേലോട്ട് ഇങ്ങനെ വരാറുണ്ട്, നമുക്കങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് ഇത്തിരി സമയം എടുക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ എന്തായാലും കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരുന്ന ആളുക. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കുറുകി വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നമ്മുടെ കുറുക്ക് കാളനില്ലേ, നമ്മൾ സാധാരണ ചേനയും പച്ചക്കായും ഒക്കെ വെച്ചിട്ടല്ലേ കാളൻ ഉണ്ടാക്കാറ്. പക്ഷെങ്കിൽ പഴങ്കാളം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെന്നല്ല. എന്നാലും നമുക്കിവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പച്ചക്കായ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പഴം വെച്ചിട്ട് ചെയ്തേക്കാന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പല നാട്ടിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കൂട്ടുകളാണ്, നമ്മൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതാ നോക്കിയേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ ചൂടോടുകൂടി തന്നെ വാങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇത്രയും ലൂസായിട്ട് വേണം നമുക്ക് വാങ്ങി വെക്കാനായിട്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതാ നോക്കിയേ, അതും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. ഇത്തിരി ചോറൊക്കെ എടുത്തിട്ട്, എന്തായാലും കറി വെച്ചതല്ലേ, അപ്പോൾ ഇത്തിരി തണുത്ത് കഴിഞ്ഞപ്പോൾ ചോറും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നല്ല കുറുകിയിരിക്കുന്നുണ്ടോ, തൊട്ട് കൂട്ടാൻ പരുവത്തിൽ. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാ, കണ്ടപ്പോൾ തന്നെ പായസം എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും അല്ലേ. അപ്പോൾ അതാ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണെന്നല്ലേ, 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചരിയില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണക്കലരി കയ്യിലുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് പച്ചരിക്ക് നമ്മൾ 3 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പച്ചരി എല്ലാം കൂടെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു വലിയൊരു ഏത്തപ്പഴം കൂടെ, നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചാണ് വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ കൂടെ തന്നെ പഴം ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേവിച്ച് വെച്ചിട്ട് നന്നായിട്ട് വെന്ത് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കാറുണ്ടല്ലോ, എന്നിട്ട് പിന്നെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷെങ്കിൽ ഇങ്ങനെ നമ്മൾ പച്ചരിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പരുവത്തിൽ വെന്ത് കിട്ടും, നല്ല അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടും. അതുകൊണ്ടാണേ. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് പച്ചരിക്ക് 3 കപ്പ് വെള്ളം, 4 വിസിലാണ് അടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അത് മതി, അത് കറക്റ്റ് പാകമാണ് കേട്ടോ. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ വല്ലാണ്ടങ്ങ് വെന്തു പോകും, അത് കുറവായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തും കിട്ടത്തില്ല. അപ്പോൾ ചോറ് ഇത് കണ്ടോ, ഞെക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ട്, എന്നാൽ ഓവറായിട്ട് അങ്ങ് പോകുന്നില്ല, ആ ഒരു പരുവത്തിലാണേ. അപ്പോൾ നമ്മളൊരു കടായി അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതായത് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചരിയും ഏത്തപ്പഴവും കൂടി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് അവസാനം നമ്മൾ പായസത്തിന് ചേർക്കാറില്ലേ, അതുപോലെ വേണേലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊരു കാര്യമുണ്ട്, നെയ്യ് ഒരുപാട് അങ്ങ് ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അത്യാവശ്യത്തിനൊക്കെ ഉള്ളൂ. കാരണം നെയ്യുടെ ചുവ ഒരുപാട് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ല. പക്ഷെ അത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നമ്മളിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ശരിക്കും 1 കപ്പ് പച്ചരിക്ക് അല്ലെങ്കിൽ സാധാരണ ഉണക്കലിരിക്ക് 1/2 കിലോ ശർക്കര എന്നുള്ള കണക്കാണ്. അന്നേരമാണ് മധുരം നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് പാകത്തിന് എടുക്കുന്നത്. പക്ഷേ ഇത്രയും മധുരം കൂടുതലായിരിക്കും. മധുരം ഒത്തിരി ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഒരു 250-300 ഗ്രാം ശർക്കര ധാരാളമാണ് കേട്ടോ. ഞാൻ ആ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം ഓവറായിട്ട് വരത്തില്ല, നമ്മളെ പെട്ടെന്ന് അങ്ങ് ചെകിടിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരു 300 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ നല്ല രീതിയിലൊന്ന് പാനിയാക്കിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഒത്തിരി കുറുകി വരുന്ന സമയത്തല്ല, അതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമല്ലോ, ആ സമയത്ത് നമ്മൾ ബാക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണ്ട, മീഡിയം ഫ്ലെയിം തന്നെ ധാരാളമാണ്. ആ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും കൂടെ ശർക്കര പാനി ഉണ്ടായിരുന്നു, അതും കൂടെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക. പിന്നെ ഈ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു എന്താ പറയുക, പാത്രത്തിലൊരു പിടിക്കണ പോലെ നമുക്ക് തോന്നത്തില്ലേ, ആ ഒരു സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. ആദ്യത്തെ ആ ഒരു നെയ്യ് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവസാനമാണ് ഞാൻ വാങ്ങി വെക്കാൻ നേരത്താണ് പിന്നെ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുത്തുകൊണ്ടിരുന്നോളുക. ഷൂ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ പായസമൊക്കെ സാധാരണ ഇളക്കാറ് കേട്ടോ. അതുപോലെ എണ്ണ കാച്ചുമ്പോഴും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പണ്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ ഇളക്കിയാൽ മതി, അപ്പോൾ അടിയിൽ പിടിക്കത്തില്ല. നല്ല എല്ലായിടത്തും ആ ഒരു നമ്മുടെ ഇളക്കുന്ന തവി ഉണ്ടല്ലോ,
അതെല്ലായിടത്തും ചെല്ലും എന്നൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും അതൊക്കെ തന്നെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ നോക്കിയേ, കുറുകി കുറുകി വറ്റി വറ്റി വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പായസത്തിൻ്റെ കളറും നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇതിനിടയ്ക്കുണ്ടല്ലോ ഞാൻ 1/2 ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ, അതായത് ഫുൾ പൗഡറായിട്ടല്ല, ചെറിയ ചെറിയ തരികളുണ്ടായിരുന്നു കേട്ടോ, അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വിട്ടുപോയി കാണിക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കിയേ, ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി ഈ പരുവായി വരുന്ന സമയത്ത് ലാസ്റ്റ് ഏകദേശം ആയി. അപ്പോൾ നമുക്കൊരു 3/4 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് ഇത്തിരി കൂടെ ഒക്കെ കൂടുതലാവാൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനി അതെല്ലാം ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ചുറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താലൊക്കെ മതിയാവും. അപ്പം നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുത്തോളുക. അടിയിലൊന്നും പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഇനി വേണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ചുക്കുപൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ജീരകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മുടെ പായസത്തിൻ്റെ സ്വാദ് തന്നെ മാറിപ്പോവും. ഇതാകുമ്പം എന്താ പറയുക, വേറൊന്നും തോന്നണ്ട, അമ്പലത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു രുചിയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മറന്നു പോവാതിരിക്കും. നമുക്ക് ഒത്തിരി നാട് മിസ് ചെയ്യുന്നവർക്കാണ് പ്രധാനമായിട്ടും കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ നമ്മുടെ പായസമൊക്കെ ഇതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ പപ്പടമുണ്ട്. പഴം വേണ്ട, നമ്മൾ ഓൾറെഡി പഴം ഇട്ടിട്ടുണ്ട്. ചെകിടിക്കാതിരിക്കാൻ സ്വല്പം നാരങ്ങാച്ചാറും കൂടെ. എന്നാ രുചിയാണെന്നറിയാം, അടിപൊളിയാണ് കേട്ടോ.